അഗ്രേ കൃത്വാ കമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയവിവശേ നാലമഷ്ണേ ക്ഷമാണ സവ്യേ തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്രേ മാബിബാണോ രഥമധിവസൻ പാതുനസൂതവേഷ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. തന്ത്രസമുച്ചയത്തിലെ പ്രതിഷ്ഠയ്ക്ക്, പാർത്ഥസാരഥി വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ധ്യാനമന്ത്രമാണിത്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും നല്ലൊരു ഭാവമാണ് പാർത്ഥസാരഥി. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ പരമാർത്ഥ ജ്ഞാനം ഉൾക്കൊള്ളുന്നവരെ ബുദ്ധിസ്വരൂപത്തിൽ, ബോധസ്വരൂപത്തിൽ അവരെ നിയന്ത്രിച്ച് അവരുടെ എല്ലാ ജീവിത വൈഷമ്യങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖ ദുരിതപൂർണമായ വഴികളിലൂടെ അടച്ച് യഥാർത്ഥമായ ജീവിത ദിശയിലൂടെ പാർത്ഥസാരഥിയായി പരമാർത്ഥ ജ്ഞാനത്തിലൂടെ അവരുടെ ജീവിതത്തെ പരമാനന്ദ സംപ്ലുത, പരമാനന്ദത്തിൽ കൊണ്ടു നടക്കാൻ ധിയോയോ ന പ്രചോദയാൽ, ബുദ്ധിരൂപത്തിൽ, ബോധരൂപത്തിൽ ഞാൻ അവർക്ക് പ്രചോദനം നൽകും എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ജീവിതം മോസ്റ്റ് മോഡേൺ സെഞ്ച്വറിയിലുള്ള ആധുനിക ജീവിതം എന്താണ്? ന്യൂജൻസിൻ്റെ സംസ്കാരം എന്താണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എളുപ്പ വഴി ഞാൻ പറയാം. വേദങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ബ്രഹ്മസൂത്രം പഠിക്കണം, നമ്മുടെ ശ്രീമദ് ഭാഗവതം പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇതൊന്നും പഠിക്കാൻ സാധിക്കാത്തവർ ഈ വീഡിയോ ചാനലെങ്കിലും കണ്ട് ജീവിതത്തെ ഉയർത്തണം. ജീവിതത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതം നാരോ ബ്രിഡ്ജിൽ നിന്നും ഒരു ബ്രോഡ്വേ ആക്കി മാറ്റും, ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആക്കി മാറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലെ വികസിക്കുന്ന വികസന തത്വസംഹിതയുടെ പേരാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ഈ ഭാരതീയ ഹൈന്ദവ സംസ്കാരം, ഈ ദർശനങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വികാസം വരുമ്പോൾ നമുക്ക് ACCEPT SCRVICE സർവീസ് ആറ്റിറ്റ്യൂഡും ആക്സെപ്റ്റഡ് മൈൻഡും വരും. ആക്സെപ്റ്റഡ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ സർവീസ് ആറ്റിറ്റ്യൂഡ് വരും. സർവീസ് മൈൻഡും ആക്സെപ്റ്റഡ് ആറ്റിറ്റ്യൂഡും മാറി മാറി നാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തലമുറയുടെ എല്ലാ കളികളും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, AI യുഗത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. എൻ്റെ സഹോദരിയുടെ ഒരു പുത്രിക്ക് ട്വിൻസുകളാണ്. MSc കെമിസ്ട്രി റാങ്ക് ഹോൾഡറാണ്. അവൾക്ക് വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഒരു AI എൻജിനീയറാണ് അമൃതാനന്ദമയിയുടെ വെള്ളിക്കാവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടനെ ആക്സെപ്റ്റ് ചെയ്തു. എന്താണ്? AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. എന്തും ഏതും ഓൺലൈൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭക്ഷണം പോലും നാം കഴിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പോസിറ്റീവായി കൊണ്ടു നടക്കുന്നവർക്ക് പോസിറ്റീവായി ജീവിതം നയിക്കാം. അല്ല, ഓൺലൈൻ
ചുഴിയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ ആപത്തിൽപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ കട്ടപ്പുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആക്സിഡൻറ്റ് സംഭവിക്കാതെ ഇതുവഴി നമുക്ക് വരുന്ന ജീവിത പ്രശ്നങ്ങളില്ലാതെ ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനക്കരുത്ത് വേണം. മനക്കരുത്തും കഴിവുമുള്ള ഊർജ്ജസ്വലമായ വ്യക്തികൾക്ക് മാത്രമേ ഈ ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ഓൺലൈൻ തരംഗത്തെയും സോഷ്യൽ മീഡിയകളെയും അതിജീവിച്ച് അതിവർത്തിച്ച് ഇവയൊക്കെ ഫ്രൂട്ട്ഫുള്ളും യൂസ്ഫുള്ളുമാക്കിക്കൊണ്ട് ജീവിതം കൊണ്ട് നടക്കാൻ സാധിക്കുള്ളൂ. അത് എനിക്കായാലും എൻ്റെ ഭാര്യയ്ക്കായാലും എൻ്റെ മക്കൾക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും. അതിന് ശക്തിയിൽ അതിശക്തമായ മനഃശക്തിയുള്ള മനക്കരുത്തുള്ള ഒരു വ്യക്തിത്വമായി നാം ഉയരണം. അതിന് നാം നമ്മളെ തിരിച്ചറിയണം. അനന്തബോധ ഊർജമാണ്, കോസ്മിക് എനർജിയാണ് ഓരോ വ്യക്തിയും. ആ വ്യക്തിയുടെ വ്യക്തിത്വമാണ് ആ വ്യക്തിയുടെ ചിന്തകളെ. അപ്പോൾ ഈ ചിന്തകളെ അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ മനഃശക്തി വർദ്ധിപ്പിക്കാനും വ്യക്തിത്വത്തിൻ്റെ വികാസത്തിനും എന്തു ചെയ്യണം? ഈ മൈൻഡിൻ്റെ ഒരു നാച്ചറാണ് തിങ്കിങ്, തോട്ടുകൾ. അപ്പോൾ ചിന്തയാണ് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതഞ്ജലിയുടെ യോഗ എന്താണ്? ചിത്തവൃത്തി നിരോധിതഃ ഇത് യോഗ. അനാവശ്യ ചിന്തകളെ പ്രതിരോധിക്കുകയും അനാവശ്യ ചിന്തകളെ വഴിതിരിച്ചു വിടുകയും നമുക്ക് ആവശ്യമുള്ള ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റിയെടുത്ത് സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ സ്വർഗരാജ്യം വരണമേ വരണമേ എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യലല്ല, പാപികളെ എന്ന് പറഞ്ഞ് തളർത്തലല്ല, സോഷ്യൽ മീഡിയകളിലൂടെ മുങ്ങിക്കുളിച്ച് മരണത്തെ കാത്ത് നരകയാതനയിൽ നിന്നും സ്വർഗരാജ്യം വരാൻ കാത്തിരിക്കാതെ സ്വർഗീയമായ ജീവിതം, സ്വർഗീയ അനുഭൂതികളിലൂടെയുള്ള ജീവിതം, ഇത് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ സ്വർഗീയമായ ജീവിതം ഇപ്പോൾ ഇവിടെ ഈ നിമിഷം കൊണ്ടു നടക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ശീലങ്ങൾക്ക് അടിമുടി ഒരു പരിവർത്തനം വരുത്തണം. അടിമുടി പരിവർത്തനങ്ങൾ വരുത്തിയേ പറ്റൂ. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അവകളെ നിങ്ങളെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതം സ്വർഗീയമാക്കി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. ചിന്മയാനന്ദ മഹാരാജ് പറയുന്ന പോലെ ഇവിടെ യൂസ്ലെസ് ഇല്ല, യൂസ്ഡ് ലെസ് മാത്രമേ ഉള്ളൂ. അപ്പം നാം യൂസ് ചെയ്യണം. എന്ത്? അബ്ദുള്ളേൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ജോർജ് കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, ഉൽപ്പലാക്ഷൻ നായരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് അവനവൻ്റെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണം. അവനവൻ്റെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തി നെഗറ്റീവ് തോട്ടിൽ നിന്നും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട്, നെഗറ്റീവ് തോട്ടിൽ നിന്നും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട്, ബാഡിൽ നിന്നും ഗുഡിലോട്ട്, ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ദി ബെസ്റ്റ്, ദി ബെസ്റ്റ് ടു പെർഫെക്റ്റ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ജീവിതം ആഗ്രഹിക്കുന്നവരെ ഈ ഭാരതീയ സംസ്കൃതിയിലുള്ള ഭാരതീയ ഹൈന്ദവ ദർശനങ്ങൾ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധിക്കും. ഈ
ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഉദ്ധരേതാത്മനാത്മാനം, സ്വയം ഉയരാനും വളരാനും വളർന്ന് വികസിക്കാനും നമ്മളെ കാണിച്ചു തന്ന പൂർണ്ണാവതാരത്തിൻ്റെ പേരാണ് കൃഷ്ണൻ. 124 വർഷത്തെ ജീവിതം ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി, ലോകത്തിന് മുഴുവൻ നന്മയ്ക്കായിക്കൊണ്ടാണ് കൃഷ്ണൻ തൻ്റെ ജീവിതം നമുക്ക് ആചരിച്ച് കാണിച്ചു തന്ന് കൃഷ്ണൻ്റെ വിചാരങ്ങൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ധർമ്മശാസ്ത്രത്തിലൂടെ 18 അധ്യായത്തിലൂടെ വിഷാദ രോഗത്തിൽ നിന്നും വിഷാദ യോഗത്തിലേക്ക്, അവിടെ നിന്നും മോക്ഷസന്യാസയോഗത്തിലൂടെ പരമാനന്ദത്തിലൂടെയുള്ള ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്നു. അതിന് 18-ാം അധ്യായത്തിലെ മോക്ഷസന്യാസ യോഗത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 65-ാമത്തെ ഒരു നല്ല ഒരു ശ്ലോകമുണ്ട്. ഭഗവാന്റെ ഒരു നല്ല സത്യപ്രതിജ്ഞ ആദ്യം കഴിഞ്ഞു. ഭഗവാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. അതിൽ പറയുന്നു, പ്രതിജാനാഹി നമേ ഭക്ത പ്രണശതി, എൻ്റെ ഭക്തൻ, ഗുരുവായൂർ കുളിച്ച് തൊഴുത് പുറത്തിറങ്ങിയ ഭക്തൻ പാൽപ്പായസത്തിൻ്റെ കൗണ്ടറിൽ പോയിട്ട് പാൽപ്പായസം മേടിച്ച് കുടിക്കാതെ നേരെ ബുക്ക് സ്റ്റാളിൽ പോയിട്ടൊരു ഭഗവത്ഗീത വാങ്ങിച്ച് ഭഗവത്ഗീതക്കകത്തുള്ള പാൽപ്പായസം കൃഷ്ണൻ്റെ പ്രസാദമായി കുടിക്കണം. അങ്ങനെ ആ ഭഗവത്ഗീതയിൽ നാം 18-ാമത്തെ അധ്യായത്തിൽ മോക്ഷസന്യാസയോഗത്തിൽ ഭഗവാൻ പറയുന്നു, അത് പഠിക്കണം, അത് ജീവിതത്തിൽ. അപ്പോൾ നമ്മെ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും പതിച്ച് നശിക്കില്ല എന്ന് ഭഗവാൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ഒടുവിൽ പറയുന്നു, ഈ 18 അധ്യായങ്ങൾ നിങ്ങളെല്ലാം പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്തിന്? ജീവിതത്തിൻ്റെ ചക്രവർത്തിയായി സുഗന്ധം പരത്തുന്ന ജീവിതമായി മാറാൻ. അപ്പോൾ മന്മനാ ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോ സിമേ, പ്രതിജാനേ പ്രിയോ സിമേ, പ്രതിജാനോ പ്രിയോ സി മേ. എന്താണ് ഭഗവാൻ? മന്മന ഭവമദ്ഭക്തോ, ആ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഭക്തൻ, ആ എന്നെ എപ്പോഴും തസ്മാൽ സർവേഷു കാലേഷു, എപ്പോഴും ഏത് നിമിഷവും, ബാറ്റാഷു അല്ല ഇവിടെ, തസ്മാൽ സർവേഷു കാലേഷു. മുസ്ലിങ്ങൾക്ക് 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമായി ടെററിസം വാരി വലിച്ചെഴിയാം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി കുരിശ് കൃഷി നടത്താം. ഹിന്ദുവിന് കളനാശിനി തെളിക്കുന്നത് പോലെയുള്ളതല്ല ആത്മീയത. തസ്മാ സർവേഷു കാലേഷു, ഞാൻ പറയുന്നതല്ല, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ്. തസ്മാ സർവേഷു കാലേഷു. ഇവിടെ മന്മന ഭവ മദ്ഭക്തോ, എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട്, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയാഹ, ഗുരുവായൂര് തൊഴുത് പുറത്തിറങ്ങുന്ന ഭക്തൻ ആ കൃഷ്ണനെ കണ്ട്, കൃഷ്ണ വിഗ്രഹം കണ്ട്, കൃഷ്ണ തത്വം ഉൾക്കൊള്ളാൻ കണ്ണടച്ച് പിടിച്ച് കണ്ണു തുറന്ന് ബുക്ക് സ്റ്റാൾ പോയി ഒരു ഭഗവത്ഗീത പഠിച്ച് വാങ്ങിച്ച് അതിലുള്ള ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ മന്മന ഭവമദ്ഭക്ത, അതിൽ ഭഗവാൻ പറയുന്നു, തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധ്യജ മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും ഇനി എന്നിലേക്ക് അർപ്പിക്കൂ. മാമേ വൈശ്യസ്യ സംശയ, നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട. അപ്പോൾ മന്മന ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. എന്തൊരു സന്തോഷം! മദ്യാജി, മലയാളിക്ക് ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റ് എന്താണ്?